തീർച്ചയായും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിപ്പം ഒരു അതിഥി എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിന്താ പദ്ധതിക്ക് വേര് നൽകിയ മനുഷ്യൻ. അത് മറ്റാരുമല്ല, പൂജനീയ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം മഹാരാജ്. സ്വാമിജി, ഇത്രയങ്ങ് കേരളം നെഞ്ചോട് ചേർത്ത് പിടിക്കും എന്ന് അങ്ങേക്ക് അന്ന് തോന്നിയിരുന്നു? ഇല്ല, നമ്മൾ തുടങ്ങുന്ന ഒരു സമയത്ത് നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഭാരതത്തിൽ ഏറ്റവും സവിശേഷമായിട്ട് മാഘം പൂർണ്ണമായി നടക്കുന്നത് 2 സ്ഥലങ്ങളിലാണ്. ഒന്ന് പ്രയാഗ്രാജിൽ, മറ്റൊന്ന് ഇവിടെ തിരുനാവായ. ഈ തിരുനാവായയിൽ ഇത്ര ദിവ്യവും ഭവ്യവുമായ ഒരു ആചരണമുണ്ട്, അനുഷ്ഠാനമുണ്ട് എന്നുള്ളത് ലോകത്തോട് പറയുക, അത് ജനങ്ങൾ മനസ്സിലാക്കി വരാൻ കേരളത്തിൻ്റെ സാഹചര്യങ്ങളിൽ കുറച്ച് സമയമെടുത്തേക്കാം എന്ന് തന്നെയാണ് നമ്മൾ കരുതിയിരുന്നത്. അപ്പോൾ ഈ വർഷം അതിൻ്റെ ഒരു തുടക്കം കുറിക്കുക എന്നുള്ളൊരു സങ്കല്പമാണ് നമ്മൾക്കുണ്ടായിരുന്നത്. 2028 ഇവിടെ 12 വർഷം കൂടുമ്പോൾ, അപ്പോൾ പ്രയാഗിൽ എല്ലാ വർഷവും മാഘം നടക്കും, 12 വർഷം കൂടുമ്പോൾ കുംഭമേളയിലേക്ക് വരും എന്നുള്ള രീതിയിലാണ് പ്രയാഗ്രാജിൽ നടക്കുക. അതുപോലെ ഇവിടെ 12 വർഷം കൂടുമ്പോൾ ഉള്ള ഭവ്യമായ മുഹൂർത്തം വ്യാഴം സിംഹരാശിയിൽ വരുന്നു, സിംഹസ്ഥ എന്നാണ് അതിനെ പറയുക. ഉജ്ജയിനിലെ കുംഭമേളയുടെ അതേ സമയം അതാണ് ഇവിടെയുള്ള ഒരു സമയം. അപ്പോൾ അതാകുമ്പോഴേക്കും കേരളത്തിൽ, വിശിഷ്യ ദക്ഷിണ ഭാരതത്തിൽ ആ ഒരു ഉണർവ് ഉണ്ടാകും എന്നാണ് നമ്മൾ ഒരു പ്രതീക്ഷിച്ചിരുന്നിരുന്നത്. പക്ഷേ നമ്മളൊരു 3 വർഷം കൊണ്ട് ചിന്തിച്ചത് സജ്ജനങ്ങൾ 3 ദിവസം കൊണ്ട് ചിന്തിച്ചു. അല്ല, ഇത് കാണുമ്പോൾ ഇപ്പം ഇവർ രണ്ടുപേരും തുടക്കം തൊട്ട് സ്വാമിജിയുടെ കൂടെയുള്ള ആളുകൾ, അപ്പം ഇവർ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ എന്താ പറയുക, സങ്കല്പത്തിനപ്പുറത്തേക്കുള്ള ഒരു വലിയൊരു ഭക്തജന പ്രവാഹം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ പതിപ്പിന് പേരിട്ടിരിക്കുന്നത് സ്വാമിജി വീരം വിരാടം എന്നാണ്. സ്വാമിജിയെ കാണുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സ്വാഭാവികമായിട്ടും പലതരത്തിൽ ജനങ്ങൾ സംഗമിക്കും. പക്ഷെ കുംഭമേളയുടെ മഹാമാഘത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അത് ധർമ്മജാഗരണത്തിന് വേണ്ടിയിട്ടുള്ള സംഗമം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ചിലപ്പോൾ ദർശനത്തിന് വേണ്ടി പോകും, ഉത്സവങ്ങൾക്ക് വേണ്ടി പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾക്ക്, പ്രോഗ്രാമുകൾക്ക് വേണ്ടി പോകും. പക്ഷെ ഇവിടെ പ്രോഗ്രാമുകളൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന് പറഞ്ഞാൽ അതിനുമല്ല പ്രാധാന്യം. ഇതിൻ്റെ കരകളിലുള്ള ക്ഷേത്രങ്ങളുണ്ട്, പക്ഷേ സ്നാനത്തിനും സന്ത് മഹാത്മാക്കളുടെ ആ ഒരു ചരണങ്ങളും അതിൻ്റെ തപസ്സുമൊക്കെയുള്ള ഭൂമിയിൽ നമസ്കരിക്കുന്നതിനുമാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 10,000-കണക്കിന് പേരാണ് ഈ പുലർച്ചെ ഇവിടെ സ്നാനത്തിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ആ ഹിന്ദു ധർമ്മജാഗരണത്തിന് വേണ്ടിയിട്ട്, ആ ശക്തിയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഭാരതത്തിലെ മുഴുവൻ മലയാളികളും ഒന്നിച്ചു എന്നാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം റുവാണ്ടയിൽ നിന്ന്, കാനഡയിൽ നിന്ന്, US നിന്ന്, യൂറോപ്പിൽ നിന്നൊക്കെ മാഘം ചെയ്യാൻ വേണ്ടി ഈ വർഷം മലയാളികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിനു വേണ്ടി മാത്രം വന്നിട്ടുണ്ട്. ഉത്തരഭാരതത്തിൽ നിന്നുള്ള കുറേ പേര് വന്നിട്ടുണ്ട്, വിദേശികളായിട്ടുള്ള വളരെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. ദക്ഷിണ ഭാരതത്തിൽ നിന്ന്, ഇവിടെ കർണാടകത്തിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, ആന്ധ്രയിൽ നിന്നുമൊക്കെ കുറച്ചധികം പേര് തന്നെ മലയാളികളുടെ ഒപ്പം ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടി വന്നു. മാത്രമല്ല ഇന്ന് കുറച്ച് അധികം സന്യാസി ശ്രേഷ്ഠർ എത്തുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അല്ല, ഇന്ന് നമ്മുടെ കാശിയിൽ നിന്നും, ഇവിടെ ഋഷിയേശിൽ നിന്നും, അത് ശങ്കരാചാര്യരുടെ സമാധി ഭൂമിയാണ് കേദാർനാഥ്. ആ കേദാർനാഥിൽ നിന്നിൻ്റെ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള ഋഷിയേശ്, യോഗനഗരി ഋഷിയേശിൽ നിന്നും, ആധ്യാത്മിക തലസ്ഥാനം എന്ന് പറയുന്ന കാശിയിൽ നിന്നും 2 സ്പെഷ്യൽ ട്രെയിനുകൾ കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ധാരാളം സജ്ജനങ്ങൾ വരുന്നുണ്ട്, ഒപ്പം അതിൽ ധാരാളം സന്യാസിമാരുമുണ്ട്. അവരിന്ന് ശങ്കര ജന്മഭൂമിയിൽ ദർശനം നടത്തി നാളെ രാവിലെ ആയിരിക്കും ഇവിടെ എത്തിച്ചേരും. പക്ഷേ വേറെ കാര്യമുള്ളതേ, സ്വാമിയുടെ ഒരു നിശ്ചയദാർഢ്യം കൂടെയാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. കാരണം ഒരു പാലത്തിന് അനുമതി നൽകാതെയും മറ്റുമൊക്കെ ഇരിക്കുമ്പോൾ ശരിക്കും എല്ലാവരും, ഹൈന്ദവ സമൂഹം ഒന്നടങ്കം ആശങ്കയോടെയാണ് ആ നിമിഷങ്ങളൊക്കെ അഭിമുഖീകരിച്ചത്. പക്ഷേ സ്വാമിജി അനുമതി നൽകിയാലും ഇല്ലെങ്കിലും കുംഭമേള പറഞ്ഞത് പ്രകാരം നടത്തും എന്ന് പറഞ്ഞത് തന്നെയാണ് അല്ലേ സ്വാമിജി? അത്തരമൊരു ധീരമായ നിലപാടുകൾ അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സ്വാമിജി പറഞ്ഞ വളരെ ലളിതമായിട്ടാ, അല്ല ഇതിപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും ഞങ്ങൾ മുന്നോട്ട് പോകും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അല്ല, അന്ന് നമ്മൾ നിശ്ചയിച്ച കാര്യം, ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ സമയത്ത് പല ആളുകളും തീരുമാനിച്ചത്, കാരണം നമ്മളൊരു സിസ്റ്റത്തിനെ നമ്മൾ ബഹുമാനിക്കുന്നു, അതുമായിട്ട് എല്ലാ തരത്തിലും ചേർന്ന് പോകാനാണ് അന്നും താല്പര്യപ്പെടുന്നത്, ഇന്നും താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ അധികൃതരോടൊക്കെ ഇപ്പോൾ ചോദിച്ചാൽ അറിയാം, നമ്മൾ പരമാവധി സഹകരണമാണ് സർക്കാർ സംവിധാനങ്ങളോടൊക്കെ ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു കാര്യം നടക്കാൻ പോകേണ്ടത്. ഇതൊന്നും നമ്മളുടെ ഒരു കാൽക്കുലേഷൻ ഉള്ളതല്ല, പക്ഷേ ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട്. അതിന് സർക്കാർ സംവിധാനങ്ങളൊക്കെ യോജിപ്പിക്കണം. ഇതിന് വേണ്ടിയിട്ട് പൊതു സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണം. അതിന് അനുമതികൾ, ആവശ്യമുള്ള കാര്യങ്ങളിൽ അനുമതി തരണം എന്നൊക്കെയുള്ള അനുമതി പത്രത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിരുന്നു.
അത് നമുക്കത് അപേക്ഷിക്കാനേ പറ്റൂ, തരേണ്ടത് അവരുടെ ഇതാണ്. പക്ഷെ അത് തരാത്ത സമയത്തുണ്ടായിരുന്ന ചർച്ച നമുക്ക് കളക്ട്രേറ്റിൽ പോകണം, അതിൻ്റെ സമ്മർദ്ദം ചെലുത്തണം, സമരത്തിലേക്ക് പോകണം. നമ്മൾ അതിനൊന്നുമല്ല നിശ്ചയിച്ചേക്കുന്നത്. നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് മാഘം നടത്താനാണ്. അപ്പോൾ അത് നടക്കും എന്നുള്ളത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കാരണം മാഘം നടത്താൻ ഇത് ഇപ്പം വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു ഇച്ഛാശക്തിയോ നിശ്ചയദാർഢ്യമോ ഒന്നുമല്ല. ഇത് പ്രകൃതിയും പരമ്പരയും കാലവും നിശ്ചയിച്ച് നടത്തുന്നതാണ്. അപ്പം ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾ എല്ലാവരും കേരളത്തിലുള്ള ആളുകളായതുകൊണ്ട് വലിയൊരു ഋഷി പരമ്പരയുടെ ഒരു വലിയ തപസ്സുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ശങ്കരാചാര്യസ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, ശുഭാനന്ദ ഗുരുദേവൻ, സദാനന്ദ ഗുരുദേവൻ തുടങ്ങിയിട്ടുള്ള അനവധി മഹാത്മാക്കൾ കേരളത്തിൻ്റെ മണ്ണിൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനം. അതിനെ തുടർന്ന് വന്ന സത്യാനന്ദ സ്വാമിജി, ചെങ്കോട്ടുകോണത്ത് സത്യാനന്ദ സ്വാമിജിയാണ് ഇവിടെ ഹിന്ദുത്വത്തിൻ്റെ ഒരു ശബ്ദം വളരെ ശക്തമായിട്ട് ഉറച്ചു പറഞ്ഞത്. ചിദാനന്ദ സ്വാമികൾ അതേസമയം തന്നെ വലിയൊരു കർമ്മോർജ്ജം ഈ സമാജത്തിന് വേണ്ടി നൽകാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനം ചെയ്തു. അമൃതാനന്ദമയി അമ്മ ലോകത്തിനൊരു വിശ്വകാരുണ്യത്തിൻ്റെ സന്ദേശം നൽകി നിരവധി സേവാ പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ ഒരു അഭിമാന ബോധത്തെ ഉണർത്തി നൽകി. ഇവിടെ ചിദാനന്ദപുര സ്വാമിജിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ സന്യാസിമാരും ചേർന്ന്, അത് കഴിഞ്ഞ ഒരു 30 വർഷത്തോളമായിട്ട് സ്വാമിജി പലതരത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു അവസാനത്തെ ഒരു 10 വർഷമാണ് അതിൻ്റെ റിസൾട്ടിലേക്ക്. തീർച്ചയായും കേരളത്തിലെ എല്ലാ ആശ്രമങ്ങളെയും സന്യാസിമാരെയും, അതിപ്പോൾ നമ്മളിത് കാണുന്നത് പോലെ പ്രകടമായിട്ടുള്ളൊരു കാഴ്ചയല്ല. അതിൻ്റെ ഉള്ളിൽ പ്രകടമാകാത്ത ഒരുപാട് അധ്വാനവും ഒരുപാട് സ്ട്രെസ്സും ഒക്കെ നേരിടേണ്ടി വരുന്ന വലിയൊരു പ്രവർത്തനമാണ് കേരളത്തിലെ എല്ലാ ആചാര്യ പരമ്പരകളെയും കോർത്തിണക്കുകയാണ്. അങ്ങനെ തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഭിന്നമായ പരമ്പരകളിലെ ആചാര്യന്മാരെല്ലാവരും ചേർന്ന് ചിദാനന്ദപുരി മഹാരാജൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ കേരളത്തിൻ്റെ തെക്കേ അറ്റം വരെ സഞ്ചരിച്ചുകൊണ്ട് ധർമ്മത്തിൻ്റെ സന്ദേശം നൽകി. അപ്പം അങ്ങനെയുള്ള മഹാതപസ്വികളുടെ സങ്കല്പം ഇവിടെ നമ്മളുടെയൊക്കെ പ്രവർത്തനത്തിൽ കൂടെ ഒന്ന് പ്രകടമാകുന്നു എന്നുള്ളത് മാത്രമേ. അതിൽ നമ്മളുടെ ഇച്ഛാശക്തിയുമില്ല, നമ്മുടെ ക്രിയാശേഷിയുമില്ല, നമ്മളൊന്നുമില്ല. ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നുമല്ല ഈ കാണുന്നതൊന്നും. അത് ഗുരുപരമ്പരയുടെ കാരുണ്യം, അവരുടെ സങ്കല്പം, അത് കാലവും പ്രകൃതിയും നിശ്ചയിച്ചതുപോലെ ഇവിടെ പ്രകടമാകുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ സ്വാമിജി, ഈ മഹാമാഘത്തിന് ശേഷമുള്ളൊരു കേരളം അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇവിടെ വരുന്നത് ധർമ്മത്തിൻ്റെ ശക്തിയെ, അതായത് ഞാൻ കുംഭമേളയെ സംബന്ധിച്ച് അത് ജനത്തിനോട് തന്നെയാണ്. കാരണം ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഇത്തരം സംഗമങ്ങൾ വലിയൊരു രീതിയിൽ കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ജനം നടത്തുന്നൊരു പരിശ്രമം. കാരണം കുംഭമേളയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഏതാണ്ട് വലിയൊരു സമയം നിന്നായിരുന്നത് ജനമാണ്. ഇവിടെ ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ആളുകളിലേക്കും എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചത്. കാരണം ഇവിടെ അത്യാവശ്യം മീഡിയയ്ക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ പോലും നൽകാനൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും അതിനു വേണ്ടി പരിശ്രമിച്ച ജനമാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കാരണം ഒരു ആധ്യാത്മികമായിട്ടുള്ളൊരു ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന് വരുന്നു എന്നുള്ളതല്ല. കുംഭമേളയിലാണെങ്കിലും അത് സനാതനധർമ്മത്തിൻ്റെ, ഹിന്ദുധർമ്മത്തിൻ്റെ ഒരു വിശ്വരൂപത്തിൻ്റെ വിരാട് രൂപത്തിൻ്റെ പ്രകടനമാണ്. അതിന് ഹിന്ദുധർമ്മത്തിൻ്റെ ശക്തിയെ കാണിക്കുകയാണ്. അപ്പോൾ ആ ശക്തി സമാജത്തിൽ പ്രവർത്തിക്കും. അതിനനുസരിച്ചിട്ടുള്ള മാറ്റം ഈ ഭൂമിയിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനപ്പുറത്തേക്ക് ഒരു അനുഗ്രഹ വാക്കുകൾ കിട്ടാനില്ല സ്വാമിജി. തിരക്കുണ്ടെന്നറിയാം, എങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഇത്രയും സമയം ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് ഒരുപാട് നന്ദി. ഒപ്പം ഞങ്ങൾ അങ്ങ് ആഹ്വാനം ചെയ്തതുപോലെ ഇതൊരു ദൗത്യമായി, ഉത്തരവാദിത്തമായി ടീം ജനം ഇത് നിർബാധം തുടരുമെന്ന് അങ്ങേക്ക് ഞങ്ങൾ സവിനയം വാക്കും തരികയാണ്. വളരെ നന്ദി. സ്വാമിജിയാണ് നമുക്കൊപ്പം തത്സമയം ഇപ്പോൾ ചേർന്നത്. ഒരു പക്ഷേ കുംഭമേളകൾ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അറിയാം, ബ്രിട്ടീഷ് തീർച്ചയായും സ്വാമിജി ബ്രിട്ടീഷ് സർക്കാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സമയത്തൊക്കെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതിന് തൊട്ട് മുമ്പത്തെ കുംഭമേളയിലാണ് ഈ ഭാരതത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലേക്കും സന്യാസി വര്യന്മാർ വഴി ഒരു സന്ദേശം എത്തിയത്. ഈ സ്വാതന്ത്ര്യത്തിന്, സ്വത്വത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പോരാടണമെന്ന്. അപ്പോൾ ഈ കുംഭമേളകൾ എന്ന് പറയുന്നത് വെറും ഒരു സ്വാമിജി പറഞ്ഞതുപോലെ ഒരു ഹൈന്ദവ ഏകീകരണം അല്ലെ കൂട്ടായ്മ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇതൊരു ദേശീയ ഉത്സവമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും എനിക്ക് കണ്ണു നിറഞ്ഞു പോവുക. അല്ല, നമുക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം സ്വാമിജി നമ്മൾ ടീം ജനത്തിന്റെ ആ ഒരു ഇടപെടലിനെ കൂടി തീർച്ചയായും രണ്ടുപേർക്ക് അത് സ്വാമിജിയുടെ ഭാഗത്ത് നിന്നൊക്കെ അത്തരം ഒരു സ്വാമിജി എല്ലാ ഭാഗത്തേക്ക് പോകുമ്പോഴും നമ്മളും പിന്നാലെ സ്വാമിജി പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് സ്വാമിജി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം ജനത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു കാലയളവിൽ. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇനി നമുക്ക്
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടിയൊന്ന് വളരെ വേഗത്തിൽ നോക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നടക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊക്കെ അറിയാം, ഭാഗവത ഹംസം വള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി അവരുടെ 105ാമത് ജയന്തി ദിവസമാണിന്ന്. അപ്പോൾ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. നമുക്കറിയാം, ഭാഗവതം പാരായണവും അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നിരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രമേൽ പുണ്യകരമായ ഒരു കാര്യമായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജയന്തി ദിനമാണിന്ന്. മള്ളിയൂർ ക്ഷേത്രാങ്കണത്തെ ഭക്തിസാന്ദ്രമാക്കിയ യജ്ഞവേദി ഇന്ന് അനുസ്മരണത്താൽ ദീപ്തമാകും. ചടങ്ങിൽ ഭാഗവതാചാര്യൻ്റെ ധന്യസ്മൃതികൾക്ക് നാട് പ്രണാമം അർപ്പിക്കും. ആചാര്യവന്ദനം, വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമം എന്നിവയാണ് ഭാഗവത വേദിയിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. രാവിലെ 10 നടക്കുന്ന ഭാഗവത ഹംസ അനുസ്മരണ ചടങ്ങിനെ തുടർന്ന് ഭാഗവതാമൃത സമർപ്പണവും നടക്കുന്നുണ്ട്.